കുക്കറിൽ നിങ്ങൾ ഇതുപോലൊരു ചിക്കൻ തയ്യാറാക്കി നോക്കിയിട്ടുണ്ടോ? എന്നാലേ ഒരു വട്ടം തയ്യാറാക്കിയാൽ മതി, പിന്നെ അതങ്ങ് ശീലമായിക്കോളൂ കേട്ടോ. എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. മിക്സിയുടെ ജാറിലേക്ക് സവാള, തക്കാളി, പച്ചമുളക്, പിന്നെ കറിവേപ്പില വേണം, മല്ലിയില വേണം, വറ്റൽമുളക് കുതിർത്തെടുത്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തൈരും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കും. മസാലയിലേക്ക് ഉപ്പ്, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പെരുംജീരകത്തിന്റെ പൊടി, മുളക് പൊടി, ഗരം മസാല, വിനാഗിരി ഇവയെല്ലാം ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇതിലേക്ക് ഇനി കഴുകി വൃത്തിയാക്കിയ ചിക്കൻ നല്ലപോലെ വരയൊക്കെ ഇട്ടതിന് ശേഷം ഈ ഒരു മസാല ഇതിനെ നല്ലപോലെ കവർ ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിന്റെ കാലൊന്ന് നൂലിട്ട് കെട്ടി കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് കുക്കർ എടുത്തതിന് ശേഷം അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ ചിക്കനെ അങ്ങ് വെച്ചു കൊടുക്കാം. ഇത് അടച്ചു വെച്ച് ഒരു 20 മിനിറ്റ് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കുക. വെന്തതിന് ശേഷം തിരിച്ചിട്ട് ഒരു 5 മിനിറ്റ് കൂടി വേവിച്ചെടുക്കുക കേട്ടോ. ഇതിൽ കുറച്ച് വെള്ളം കാണും, അത് അവിടെ കിടക്കട്ടെ. ഇനി നമുക്കൊരു പാൻ എടുത്ത് അതിലേക്ക് കറിവേപ്പിലയും അതുപോലെ പച്ചമുളകും ചതച്ച മുളകും ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. കൂടെ സവാളയും തക്കാളിയും ഇട്ട് നല്ല പോലെ വഴന്ന് വന്നതിന് ശേഷം അതിലേക്ക് ആ ഗ്രേവി ഒഴിച്ച് ഈ ഗ്രേവി കുറുകി വന്ന ഇതിലേക്ക് ടൊമാറ്റോ സോസും സോയാ സോസും ചേർത്ത് കൊടുക്കുക. കുറച്ച് മല്ലിയിലയും ചേർത്ത് ഈ ചിക്കനും കൂടെ ഇതിലേക്കിട്ട് ഈ ഗ്രേവി നല്ല പോലെ അങ്ങ് പൊതിഞ്ഞെടുക്കുക കേട്ടോ. ഈ ചിക്കനെ ഒന്നും പറയാനില്ല മക്കളെ, അടിപൊളിയാണ് കേട്ടോ. ഒരു വട്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.